വലിയ ഒരു യാത്രയുടെ തുടക്കമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഇൻറ്റിവുഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന. ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഈ കലാനിലയത്തിന്റെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാടകത്തിന്റെയും സിനിമയുടെയും ഇടയിലുള്ള നാടകത്തിന്റെ അവസാന പാദം ഓർ ആ ഒരു ഏണിയുടെ അവസാനത്തെ പടി. ഒരു സിനിമയിൽ നിങ്ങൾ കാണുന്ന എല്ലാ മാജിക്കുകളും വിസ്മയ പ്രകടനങ്ങളും എങ്ങനെ ഒരു വേദിയിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മലയാളിയുടെ സംരംഭമായ കലാനിലയം. ഇനി മുതൽ അത് ഏരീസ് കലാനിലയമാണ്. ഏരീസ് കൂടി ഈ യാത്രയിൽ ഒപ്പം ചേരുകയാണ്. മലയാള നാടകവേദിയിലെ സവിശേഷ സാന്നിധ്യമായിരുന്ന കലാനിലയം വേറിട്ട ഒരുപാട് നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സ്പെക്ടാക്കുലർ ഇഫക്ട്സ് എന്ന് പറയാവുന്ന ദൃശ്യവിസ്മയങ്ങൾ തീർത്തുകൊണ്ട് മലയാളിയുടെ സഹൃദയ ലോകത്തെ അനുഗ്രഹിച്ചിരുന്ന ഒരു ഭൂതകാലം തീർച്ചയായും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിമിഷമാണ് ഇത്. സന്തോഷവും എന്താ പറയാന്ന് എനിക്കറിയില്ല. കാരണം സ്വന്തം ജന്മനാട്ടിൽ നിന്ന് തന്നെ വീണ്ടും ഇതിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. പിന്നെ എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ കാണുന്നതും എനിക്ക് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും ചെയ്ത ആൾക്കാരാണ് ഓരോ ആൾക്കാരും. അപ്പൊ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറഞ്ഞ വ്യക്തികൾക്ക് മാത്രമല്ല, എല്ലാ ആൾക്കാരും ഉള്ളതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം എനിക്കിവിടെ നടത്താൻ പറ്റിയത്. ഏരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസിന്റെ ആദ്യത്തെ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. ഗംഭീര വിജയമാണ്. ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. ശരിക്കും ഒരു ദൃശ്യവിസ്മയം തന്നെ. കലാനിലയത്തിന്റെ ഒന്നും മോശമില്ല, എല്ലാ നാടകങ്ങളും പക്കയാണ്. ശരിക്കും ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ്. ഗംഭീരമായ അനുഭവം എന്ന് പറയുന്നത് ഇതിലെ പ്രതിപാദ്യ വിഷയം മാത്രമല്ല, ഇത് വന്ന് കണ്ടാലേ നേരിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന അത്ഭുതാവഹമായ ചില കാര്യങ്ങളുണ്ട്. ഏരീസ് കലാനിലയം എന്ന പേരിലുള്ള ഈ പുനഃസൃഷ്ടി വലിയ വിജയമായി തീർന്നിരിക്കുകയാണ്. ആദ്യത്തെ ഷോയിൽ തന്നെ കൂടുതൽ ഭംഗിയായിട്ട് ഇത് പ്രദർശനം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.